In all the pictures given below, O is the center of the circle and A, B, C are points on it. Calculate all angles of triangle ABC and OBC in each. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം O വൃത്തകേന്ദ്രവും A, B, C വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും ABC, OBC എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. ഇതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം. ഓക്കെ, ഇവിടെ ഞാൻ ഫസ്റ്റത്തെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ പോകണ്ടോ. എയിൽ നിന്നും ഓയിലോട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ജസ്റ്റ് ജോയിൻ ചെയ്തു. ഇപ്പൊ നമുക്കിവിടെ 3 ത്രികോണങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ 3 ത്രികോണങ്ങൾ. ഒ എ ബി എന്ന് പറയുന്ന ഒരു ത്രികോണം, ഒ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണം, ഒ എ ബി എന്ന് പറയുന്ന ഒരു ത്രികോണം. ഇനി അതില് ഒ ബി ഈക്വൽ ടു ഒ എ എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താന്ന് പറയാൻ പറ്റുമോ? വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള അകലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആരം. The line drawn from center of the circle to the circle is called radius. വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ലൈനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയാം. അപ്പൊ ഈ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്, ആരങ്ങളാണ്. അപ്പൊ ഈ ഒ എ ബി എന്ന് പറയുന്ന ത്രികോണം ഒരു സമപാർശ്വ ത്രികോണമായിരിക്കും. എന്തുകൊണ്ടാ? രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ഈ ത്രികോണത്തിന് നമ്മൾ പറയുന്ന പേരാണ് സമപാർശ്വ ത്രികോണം. രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ 20 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 20 ആയിരിക്കും. കാരണം എന്താ? ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യമാവും. അപ്പൊ ഒ ബി എ ഈക്വൽ ടു ഒ എ ബി ഈക്വൽ ടു 20 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ വേറൊരു സമപാർശ്വ ത്രികോണമാണ് ഈ ഒ സി എ എന്ന് പറയുന്നത്. അതില് ഒ എ ഈക്വൽ ടു ഒ സി എന്ന് കിട്ടും അല്ലെ? അതും റേഡിയസ് അല്ലേ? വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കല്ല പോണ്, കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് പോകുന്നതല്ലേ? അപ്പൊ അത് ആരങ്ങളാണ്, അഥവാ റേഡിയസ് ആണ്. അപ്പൊ ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? 30. ഓക്കെ ആണല്ലോ. ഫസ്റ്റത്തത് സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് ഇവിടെ 20 ആയതുകൊണ്ട് ഈ അറ്റത്തും 20 ആയിരിക്കും. ഇനി ഇതും സമപാർശ്വ ത്രികോണം, രണ്ടും റേഡിയസ് ആയതുകൊണ്ട് ആരങ്ങളായതുകൊണ്ട് ഇതും സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 30 ആയിരിക്കും. ഇനി നമ്മളൊരു തിയറി പഠിച്ചു അല്ലെ? ഒ എ സി ഇസ് ആൻ ഐസോസെലസ്, സമപാർശ്വ ത്രികോണം, രണ്ട് കോണുകൾ 30. നമ്മളൊരു തിയറി പഠിച്ചു. ഒരു കോഡ്, ഇപ്പൊ ഇവിടെ ഈ ബി സി എന്ന് പറയുന്ന ഒരു കോഡ് ഞാൻ വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ, അഥവാ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും സർക്കിളില്. വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി ആയിരിക്കും വൃത്തത്തില്, സെന്ററിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി ആയിരിക്കും സർക്കിളില്. പക്ഷെ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ് തന്നിട്ടുള്ളത്. സർക്കിളിലെ ആംഗിള്, വൃത്തത്തിലെ ആംഗിള് നമുക്ക് ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ കിട്ടും. എത്രയാ? 50 ആണ് അല്ലെ? ഒരു 20 ഒരു 30 കൂടി ചേരുമ്പോഴാണല്ലോ വൃത്തത്തിലേക്ക് കോണ് കിട്ടുക. എത്രയാ? 50. എങ്കിൽ സെന്ററിൽ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ ആണോ? സെന്ററില് എത്രയാണോ അതിന്റെ പകുതിയാണ് സർക്കിളിൽ വരിക. അപ്പൊ സർക്കിളില് നമുക്ക് 50 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സെന്ററിൽ അതിന്റെ ഡബിൾ എടുത്താൽ മതി, 100 എന്ന് കിട്ടും. ഓക്കെ, ആംഗിൾ എ 50 ആയതുകൊണ്ട് ബി ഒ സി എന്തായി? 100 ആയി. ഓക്കെ, ഇനി ഇത് ഈ രണ്ട് കോണുകൾ എത്രയാന്ന് നിങ്ങൾക്ക് വരാന്ന് പറയാൻ പറ്റും? ഞാൻ കാണിച്ചു തരുന്നതിന് മുമ്പ് പറ്റുമോ? ഇത് 100 ആണ്. ഈ ഒ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്, അഥവാ ആരങ്ങളാണ് അല്ലെ? ശ്രദ്ധിച്ചു നോക്കിയേ. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കാണ്, സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലേക്ക് പോകുന്ന രണ്ട് ലൈനുകളാണ് ഒ ബിയും ഒ സിയും. അപ്പൊ ആ രണ്ട് ലൈനുകൾ എന്താണ്? റേഡിയസ് ആണ്, അഥവാ ആരങ്ങളാണ്. എങ്കിൽ ആ ഒ ബി സി എന്ന് പറയുന്ന ത്രികോണവും ഒരു സമപാർശ്വ ത്രികോണം അല്ലേ? എങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യമാകൂലേ? അപ്പൊ ഇവിടെ 100 ആണ്. ഒരു ത്രികോണത്തിന്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പൊ 180 100 പോയാൽ ബാക്കി 80 ഉണ്ടാവും. അതിനെ തുല്യമായിട്ട് ഭാഗിച്ചു കൊടുക്കുമ്പോ ഇവിടെ 40, ഇവിടെയും 40. അപ്പൊ 40 40 80 അല്ലെ? രണ്ടാമത്തെ സ്ലൈഡിലോട്ട് വന്നപ്പോ ചിത്രങ്ങളൊക്കെ ഒന്ന് പോയി, നമുക്കൊന്ന് വരച്ചു വെക്കാം. ഇവിടെ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 20. പിന്നെ ഇവിടെ 30. ഇവിടെ 30 20 50 ആയപ്പോ ഇവിടെ 100. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ആണ് കേട്ടോ, 160 അല്ല 100. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒ ബി ഈക്വൽ ടു ഒ സി, ആരങ്ങളായതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്. എങ്കിൽ ഒ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണ്, ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യമാണ്. ഏതൊക്കെയാ? ഒ ബി സിയും ഒ സി ബിയും തുല്യമാണ്.
ടോട്ടൽ ആംഗിൾ 180 ആണല്ലോ. അപ്പൊ ആ 180 100 കുറച്ചാൽ നമുക്ക് ബാക്കി 80 ഉണ്ടാവും. ആ 80നെ തുല്യമായിട്ട് ഭാഗിക്കുമ്പോൾ 40 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 40, ഇപ്പുറത്തും 40. ഇനി നമ്മളോട് എ ബി സി ആൻഡ് ഒ ബി സി ഈ രണ്ട് ത്രികോണങ്ങളുടെ കോണുകളാണ് ചോദിച്ചിട്ടുള്ളത്. എ ബി സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക എ ബി സി, പുറത്ത് കാണുന്ന ഈ വലിയ ത്രികോണത്തിനാണ് എ ബി സി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ കോണം എത്രയ്ക്കാ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 30 കൂട്ടിയാൽ 50, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 20 കൂട്ടിയാൽ 60, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 40 കൂട്ടിക്കഴിഞ്ഞാൽ 70 അല്ലെ. സി എന്ന് പറഞ്ഞത് ഈ രണ്ട് കോണം കൂടി ചേർത്തിട്ട് 70. ഇനി അടുത്തത് ഒ ബി സി. ഒ ബി സി എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്ന ഈ ചെറിയ ത്രികോണം. ഒ എന്ന് പറഞ്ഞാൽ 100 ആണ്. മറ്റു രണ്ട് കോണുകൾ എത്രയാ? 40 40. ബിയും 40 ആണ്, സിയും 40 ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചിത്രത്തില് നേരത്തെ പോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ടു. ഇനി അടുത്തത് ഒ എ ഈക്വൽ ടു ഒ സി. ഒ എയും ഒ സിയും തുല്യാണെന്നാണ് പറയുന്നത്. കാരണം എന്താ? ഒ വൃത്തകേന്ദ്രമാണല്ലോ, അഥവാ സർക്കിളിന്റെ സെന്റർ ആണല്ലോ. സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ലൈനുകളല്ലേ ഒ എയും ഒ സിയും. അപ്പൊ ആ രണ്ട് ലൈനുകളും തുല്യമായിരിക്കും, കാരണം റേഡിയസ് ആണ്. എങ്കില് രണ്ട് വശങ്ങൾ തുല്യമാണെന്നുണ്ടെങ്കിൽ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 40 അല്ലെ. ഓൾറെഡി നമുക്ക് അവിടെ 40 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 40 ആയിരിക്കും. ഇനി ഈ ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? 40 40 80. അപ്പൊ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 100. ഓക്കെ. ഒ എ സി എന്ന് പറയുന്ന ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, അഥവാ സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ രണ്ട് കോണുകളും തുല്യമാവും. 40 40 എന്ന് കിട്ടും. ദെൻ എ ഒ സി എന്തായിരിക്കും? 100 ആയിരിക്കും. എങ്ങനെ 100 വന്നേ? 40 40 80, 80 100 180. അപ്പൊ ഇവിടെ 100. ഇനി ഇവിടെ 100 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ മുഴുവനായിട്ട് എത്രയായിരിക്കും? 50 ആയിരിക്കും. അഥവാ എ ബി സി എന്ന് പറയുന്നത് 50 ആണ്. ഇനി അതിൽ ഈ കോണ് മാത്രമായിട്ട് എത്ര വരാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കിയേ, ഒ ബിയും ഒ സിയും റേഡിയസ് അല്ലേ? ഒ ബിയും ഒ സി റേഡിയസ് അല്ലേ? അപ്പൊ ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 30 ആയിരിക്കും അല്ലെ. ഒ സി ഈക്വൽ ടു ഒ ബി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ത്രികോണം സമപാർശ്വ ത്രികോണാണ്. ഒ ബി സി സമപാർശ്വ ത്രികോണാണ് അല്ലെ. അപ്പൊ ആ രണ്ട് കോണുകൾ എത്രയായിരിക്കും? 30 30. Then OCB equal to OBC equal to 30. Then ഇവിടെ ചിത്രം രണ്ടാമത്തെ സ്ലൈഡ് ഞാൻ ഒന്നുകൂടി വരച്ചു തരാം. ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? 30 അല്ലെ. ഇവിടെ 30 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 100 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് 40 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് ഒ ബി എ എന്ന് പറയുന്നത് 20 ആയിരിക്കും. എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഒ ബി എ എന്ന് പറയുന്ന ഈ ആംഗിൾ 20 ആണെന്നാണ് പറയുന്നത്. കാരണം ഈ ആംഗിൾ മുഴുവനായിട്ട് 50 എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. കാരണം ഇവിടെ 100 ആയതുകൊണ്ട് അതിന്റെ പകുതി 50 ആണ് സർക്കിളിൽ വരിക. അതിൽ ഒന്ന് 30 ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? 20 ആയിരിക്കും. ഒന്ന് 30 ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? 20 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇനി അടുത്തത് ഒ ബിയും ഒ എയും തുല്യാണ്, കാരണം റേഡിയസ് ആണ്. അപ്പൊ ഇവിടെ 20 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 20. അങ്ങനെ ആയിവാ. എല്ലാ കോണും കിട്ടിയില്ലേ അല്ലെ. അപ്പൊ ഒ ബി ഈക്വൽ ടു ഒ എ, ത്രികോണ ഐസോസിലസ് ആണ്, സമപാർശ്വമാണ്. അപ്പൊ ആ രണ്ട് കോണുകൾ 20 20. ഇനി എ ബി സി. എ ബി സി എന്ന് പറഞ്ഞതായി വലിയ ത്രികോണം. എ എന്ന് പറയുന്നതായി ഇവിടെയാണ്. അപ്പൊ 20 40 60. ഇനി ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 30 20 50. സി എന്ന് പറഞ്ഞാൽ ഇവിടെ 30 40 70. ഇനി അടുത്തത് ഒ ബി സി. ഈ ഒ ബി സി എവിടെ കിടക്കണം? ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. താഴെ ഉള്ളത് ഒ എ സി ആണ്. ഒ ബി സി ഇവിടെയാണ് കിടക്കുന്നത്. ഈ ത്രികോണാണ് ഒ ബി സി. അതിന്റെ ഇത് 30 ആണ്, ഇത് 30 ആണ്. അപ്പൊ ഇത് എത്രയാ വരിക? ഒന്ന് പറയേ. ഒ എത്രയായിരിക്കും? 30 30 എത്രയായി? 60. അപ്പൊ ബാക്കി 120. കണ്ടോ? 120. അപ്പൊ എല്ലാ കോണും കിട്ടിയില്ലേ? സി എന്ന് പറയുന്നത് 30 ആണ്, ബി എന്ന് പറയുന്നത് 30 ആണ്, ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ആണ്. ഇനി അടുത്തൊരു ചിത്രം. ഇതിൽ നമുക്ക് രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എ ബി സി ഒ എ സി ആണ് കാണേണ്ടത്. നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. ദ ആംഗിൾ മെയ്ഡ് ബൈ എ കോഡ് ഈസ് ഹാഫ് ഓഫ് ആംഗിൾ മെയ്ഡ് ഓൺ ദ സെയിം കോഡ് ഓൺ ദ സെന്റർ. അതവിടെ കുറച്ച് പോയിട്ടുണ്ട് ആ ചിത്രത്തിൽ. ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഞാണ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണ് ആ ഞാണ് വൃത്തകേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതി ആയിരിക്കും. The angle made by a chord is half the angle made by the same chord. Angle made
by the same chord on the center. ഒരു കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ആ കോഡ് സെൻട്രലിൽ ഉണ്ടാക്കുന്ന കോഡ് ആംഗിളിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ചിത്രത്തിൽ ഉത്തരം കാണിച്ചു തരുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ 70 എന്ന് പറയുന്ന ആംഗിൾ ഇതാ ഈ OC എന്ന് പറയുന്ന ലൈനും OB എന്ന് പറയുന്ന ലൈനും അഥവാ BC എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കുന്ന സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. BC എന്ന് പറയുന്ന കോഡ് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 70. അപ്പൊ ഇനി ഈ BC എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എവിടെയെന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേറൊരു കളർ എടുക്കാം. പച്ച ഓൾറെഡി പച്ചയാണ്, അപ്പൊ അത് വേണ്ട, നമുക്ക് ബ്ലാക്ക് എടുക്കാം. അപ്പൊ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഓയിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഈ ആംഗിൾ അല്ലേ വരിക. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അല്ലെ. ബിയിൽ നിന്നും സിയിൽ നിന്നും പോകുന്ന ഒരു ലൈനാണ്. ബിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വൃത്തത്തിൽ തട്ടിയിട്ട് തിരിച്ചിങ്ങനെ സിയിലോട്ട്. അപ്പൊ ഇവിടെ 70 ആണെന്നുണ്ടെങ്കിൽ CAB എന്തായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന 40 എന്ന് പറയുന്ന കോണ്, അത് ഏത് കോഡ് ഉണ്ടാക്കുന്നതാ? AC എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കുന്നതാണ്. AC എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കുന്നതാണ് ഈ 40 എന്ന് പറയുന്ന ആംഗിള്. അപ്പൊ ആ കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിള് അതെവിടെ വരും? ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ബിയിൽ വന്ന് തട്ടിയിട്ട് തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് ഈ ആംഗിള് അല്ലെ, ഈ ആംഗിൾ അല്ലേ വരിക അല്ലെ. എന്ന് ഇങ്ങനെ പോയിട്ട് സർക്കിളിൽ തട്ടിയിട്ട് തിരിച്ചിങ്ങനെ സിയിലോട്ട്. AC സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 20 ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ആ ആംഗിളുകളൊക്കെ ഒന്ന് പറയാം. COB 70 ആണ്. ABC എന്ന് പറയുന്ന ത്രികോണത്തിലെ ആംഗിളുകളാണ് പറയുന്നത് കേട്ടോ. COB 70 ആണെന്നുണ്ടെങ്കിൽ COB സെൻട്രൽ ഉണ്ടാക്കുന്നതാണ് 70 70. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ COBന്റെ കോഡ് ഏതാണ്? BC. അത് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മളിവിടെ കണ്ടെത്തിയിട്ടില്ലേ? ഈ BAC എന്ന് പറയുന്ന ആംഗിള് അല്ലെങ്കിൽ CAB അത് എത്രയായിരിക്കും? 70ന്റെ പകുതി 35. ഇനി അടുത്തത് OAC 40 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AC എന്ന് പറയുന്ന ഈ കോഡാണ് സെൻട്രലിൽ 40 ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ AC എന്ന് പറയുന്ന കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 40ന്റെ പകുതി 20. ഓക്കെ. ഇപ്പൊ രണ്ട് കോഡുകൾ കിട്ടിയില്ലേ? ഒന്ന് 40ഉം ഒന്ന് 35ഉം ഒന്ന് 20ഉം കിട്ടി. നമുക്കറിയാം ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. ഇനി ഈ ആംഗിൾ അല്ലേ ACB അല്ലേ കിട്ടാനുള്ളത്? ACB അല്ലേ ഇനി കിട്ടാനുള്ളത്? അതെന്ത് ചെയ്താൽ മതി? 180 ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് മൈനസ് ചെയ്താൽ മതി. 35 20ഉം കൂട്ടി 55, അപ്പൊ 125 കിട്ടും അല്ലെ. ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ? ABCയുടെ എല്ലാ കോണുകളും കിട്ടിയില്ലേ? ഇവിടെ നമുക്ക് എത്ര കിട്ടി? 35 കിട്ടി അല്ലെ. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി, 40ന്റെ പകുതി. പിന്നെ 180 35 45ഉം കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്തിട്ട് എന്ത് കിട്ടി? 125ഉം കിട്ടി. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് OBC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ കാണണം. OBC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ഞാൻ എഴുതിയ ആംഗിളുകളൊക്കെ ഒന്ന് മായ്ക്കട്ടെ കേട്ടോ. ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ചിത്രത്തിൽ നമുക്കൊന്ന് മായ്ച്ചു കളയാം. ഇനി ഇവിടെ നോക്കി, ഈ OBC എന്ന് പറയുന്ന ത്രികോണത്തെ കണ്ടുപിടിക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. OBC എന്ന് പറയുന്ന ത്രികോണം നമുക്ക് ഇവിടെ നിന്ന് വരച്ചു വെക്കാം. റെഡിങ് എടുക്കാം നമുക്ക്. ഓക്കെ. OBC ഓയിൽ നിന്ന് ഇങ്ങനെ പോയി ബിയിലോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങനെ സിയിലോട്ട് വന്നിട്ട് തിരിച്ച് ഓയിലോട്ട് തന്നെ. ഇതാണ് ഈ ത്രികോണം. അതിൽ OB എന്ന് പറയുന്ന സൈഡും OC എന്ന് പറയുന്ന സൈഡും വൃത്തത്തിന്റെ റേഡിയസ് അല്ലേ? എങ്കിൽ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കൂലേ? സിമ്പിൾ ആയിട്ട് കണ്ടൂടെ? ഒരു കോണ് 70 ആണ്. അപ്പൊ ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ 110 ആണ് കിട്ടുക. കാരണം 180 ആണ് ടോട്ടല്. 180 70 പോയ ബാക്കി എത്ര ഉണ്ട്? 110. ആ 110നെ തുല്യമായിട്ട് വീതിച്ചു കൊടുത്താൽ പോരെ? കാരണം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഇത് രണ്ടും റേഡിയസ് ആണ് അല്ലെ. COB 70 ആണ്. അപ്പൊ OC ഈക്വൽ ടു OB. ഇതൊരു സമപാർശ്വ ത്രികോണാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. എങ്കിൽ ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ 180 70 പോയാലും 110 കിട്ടും. 110നെ തുല്യമായിട്ട് ഭാഗിച്ചാൽ 55 എന്ന് കിട്ടും. ഇപ്പൊ എല്ലാ ത്രികോണത്തിന്റെയും കോണുകളായില്ലേ? ABCന്റെ നമുക്ക് കിട്ടിയ എത്രയാ? ABCന്റെ കോണുകൾ ഏതൊക്കെയാ? ABCന്റെ ഒരു കോണ് വരുന്നത് ഒന്ന് CAB 35. അടുത്തത് ഏതാ വരുന്നത്? ABC ഈ ആംഗിൾ ABC അത് 20 ഇവിടെ കിട്ടി. പിന്നെ അടുത്തത് ACB ഈ വലിയ ആംഗിൾ അത് നമുക്ക് കിട്ടി. വലിയ ആംഗിൾ എത്രയാ? 125. OBCന്റെ ആംഗിളും കിട്ടി. COB പറഞ്ഞ 70 ആണ്. മറ്റു രണ്ട് കോണുകൾ എത്രയൊക്കെയാ? 55 55. ഇങ്ങനെയാണ് ഈ മൂന്ന് ചിത്രങ്ങളിലെ കോണുകൾ കണ്ടുപിടിക്കുക. ഓക്കെ.